ഹായ് എവരിവൺ, ഞങ്ങളിപ്പോൾ ഉള്ളത് കൊളമാവ് ഡാമിൻ്റെ അവിടെയാണ്. അപ്പം ഞങ്ങളിവിടെ വന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോവാ. ഞങ്ങളവിടെ ഒരു കുഞ്ഞു വാവയുണ്ട്, ഇവളെ പോലെ തന്നെയുള്ളൊരു കുഞ്ഞു വാവയുണ്ട്. അവനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇന്ന് പോകുന്നത്. മഴയൊക്കെ ആയി, ഇവിടെ ഇടുക്കിയിൽ മഞ്ഞൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുന്ന സമയം. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കര മഞ്ഞൊക്കെ ഇറങ്ങി റോട്ടിൽ മൊത്തം ഒന്നും കാണത്തില്ലായിരുന്നു, അതുപോലെ മഞ്ഞായിരുന്നു. ഇവിടെ കൊളമാവ് ഡാമിൻ്റെ ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലം കാണത്തേയില്ല, അതുപോലെ ഇങ്ങനെ കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഞങ്ങളിപ്പോൾ കൊളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഇതെല്ലാം തകർക്കാനായിട്ട് ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞൻ എന്ത് സാധനം? ഇതാണ് പിന്നെ കൊളമാവ് ഡാം. ഈ ഡാമിന്റെ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു, പക്ഷെ ഇപ്പം ഒന്നും കാണത്തില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം എല്ലാം കുളമായ ഡാമാണ്. അതിലേന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, അതിന് മിന്നായ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ, ഒന്നും കാണത്തില്ല വേറെ. നമ്മളങ്ങനെ ഓടി 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 കാഞ്ഞാർ എത്തിയേ. ഈ കാണുന്നതാണ് കാഞ്ഞാറ് പുഴ. ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്, ഇവിടെ നിറയെ വെള്ളമായിരുന്നു. ഈ വേനൽക്കാലത്ത് ഭയങ്കര വെള്ളം നിറഞ്ഞ് അങ്ങ് വെള്ളമൊക്കെ നിറഞ്ഞ് കവിയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വെള്ളമായിരുന്നു. ആ മൺതിട്ട ഇടിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആ മൺതിട്ട ഇടിഞ്ഞ് നിൽക്കുന്ന അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് ഞങ്ങളിവിടെ കാഞ്ഞാറ് കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അന്നേരമൊക്കെ മഴയില്ല, വേനലിൻ്റെ സമയമാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇത്രയും വേനലായിട്ടും ഈ പുഴയിൽ മാത്രം എന്താ ഇങ്ങനെ വെള്ളം നിറച്ച് നല്ല തെളി നീരായിട്ടുള്ള നിറച്ച് വെള്ളമാണ്. അപ്പം അങ്ങനെ കണ്ട പുഴ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ കണ്ടു പറഞ്ഞു, ഡാം തുറന്നു വിട്ടത് കൊണ്ടാണ് വെള്ളം ഒഴുകിയത്. അങ്ങനെയാണോ? ഡാം തുറന്നു വിട്ടത് കൊണ്ടാണോ വെള്ളം ഒഴുകിപ്പോയ? ഡാം തുറന്നു വിട്ടത് കൊണ്ടാണോ വെള്ളം ഒഴുകിപ്പോയേ? എനിക്കറിയാൻ പാടില്ല. ഡാം തുറന്നു വിട്ടത് കൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോയെന്ന് പറഞ്ഞത്. KSCBയുടെ ഇടപെടൽ മൂലമാണെന്ന് പറഞ്ഞാൽ മതി. എവിടെയാണല്ലോ അത് സംഭവിക്കുള്ളൂ. അതൊക്കെ പിന്നെയുള്ള കാര്യം. KSCBയുടെ ഇടപെടൽ മൂലമാണ് ഇപ്പൊ വെള്ളമില്ലാത്തത് പറയാം. അവര് ചിലപ്പോ തുറന്നു വിട്ടായിരിക്കും, ചിലപ്പോ എടീ ഇത് മലങ്കര ഡാമിലെ നമ്മള് കറണ്ട് എടുത്തിട്ട് വരുന്നത് പിസിരാ മൂലമറ്റത്തുനിന്ന്. പിസിരി വെള്ളമാണ് കറണ്ട് എടുത്തിട്ട് കറണ്ട് മൊത്തം അതിനകത്ത് എടുത്തിട്ടുള്ള പിസിരായിട്ട് പോകുന്ന വെള്ളമാണ്. അപ്പൊ ഇപ്പൊ വെള്ളം എവിടെ പോയെന്ന് ഞാൻ ചോദിച്ചേ. ആ വെള്ളം കെട്ടി നിർത്തിയേക്കുമായിരുന്നു മലങ്കര ഡാം. അപ്പൊ മഴക്കാലം ആയപ്പോഴത്തേനും അഡ്വാൻസ് ആയിട്ട് ആ ഡാം അങ്ങ് തുറന്നു വിട്ടു. മഴ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ താഴ്വാരങ്ങളിലേക്ക് അധികം വെള്ളം ഒഴുകാൻ ഈ അഡ്വാൻസ് ആയിട്ട് മഴക്കാലം ആയപ്പോൾ അതങ്ങ് തുറന്നു വിട്ടു. ഇനിയിപ്പോൾ മഴയല്ലേ, അപ്പോൾ ആ ഡാം പിന്നെ നിറഞ്ഞോളും, ഫ്രഷ് വാട്ടർ വരും. അങ്ങനെയാണെന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മലങ്കര ഡാം അല്ല കാഞ്ഞാറ് പുഴയിലെ വെള്ളം മൊത്തം ഒഴുകിപ്പോയി ഗൈസ്. ഇപ്പൊ വെള്ളത്തിന് പകരം ചെടി മാത്രമേ ഉള്ളൂ. എങ്ങനെ കിടന്ന പുഴയാണ്. പക്ഷെ എന്തോ ഒരു സങ്കടം, അന്ന് അങ്ങനെ കണ്ട പുഴ ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഒരു സങ്കടം. നമ്മൾ കാഞ്ഞാറ് തൊടുപുഴ കാര്യം പറ.
അവിടെ എത്തിയിട്ടൊന്നുമില്ല. ഇവരുടെ മന്തിക്ക് പോകാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ മന്തി കഴിക്കുന്നത്. റൈസ് എന്തോ സാധനത്തൊട്ട് കുഴച്ച് തന്നേക്കുന്ന പോലെ ഇരിക്കുന്നത്. പക്ഷെ വേറൊരു ടേസ്റ്റാണ്. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ റൈസ് കാണുന്നത് മന്തിക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞപ്പ. അമ്മമ്മ മുറ്റത്തിരിക്കുന്നു ഗായ്സ്. എന്റെ തൊഞ്ചന പാടിയാണ് ചേച്ചിയമ്മക്ക്. എന്റെ തൊഞ്ചന പാടി. അളിയനെന്തേ അതെ കണ്ട കൊച്ചു കറക്റ്റായിട്ടറിയ അളിയന. ചേച്ചി എന്തേ ചേച്ചി എന്തേ ചേച്ചി എന്ന് പറയുമ്പോ ഒന്നും കൊച്ചു ഈ ഫോട്ടോയിലേക്കാ നോക്കണം. പൊന്നാ പൊന്നിനെ വിളിക്കാട്ടാ പൊന്നാച്ചോ. ചേച്ചി അളിയൻ അളിയനെന്താ അളിയൻ കൊച്ചിന്റെ അളിയനെന്തേ അളിയനെന്തേ നീ കണ്ട എന്നാ അളിയൻ ചേച്ചി എന്താ ചേച്ചി എന്ത് തവമ്മേ. മിലു എന്തേ അടിച്ചടാ കൊച്ചി മിലു എന്തേ മിലു 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 മിലുക്കുട്ടി എന്തേ കാണിച്ചു കൊടുത്തേ ചേട്ടൻ ചേട്ടൻ വള എല്ലാം അടി എങ്ങനെയിട്ടുണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടി എല്ലാ ദിവസവും പൊട്ടിച്ചോളെ.